നമസ്കാരം. പ്രധാന വാർത്തകൾ. ആത്മസമർപ്പണത്തിന്റെ വിശുദ്ധിയിൽ റംസാൻ വ്രതാരംഭത്തിന് ശനിയാഴ്ച തുടക്കം. ഇസ്ലാമിക ആശയങ്ങൾ ജീവിതത്തിൽ പകർത്താനുള്ള സന്ദർഭമാണ് റംസാൻ മാസമെന്ന് പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ. ഹോട്ടലുകളിൽ റെയ്ഡ് തുടരുന്നു. ഒറ്റപ്പാലത്തും പട്ടാമ്പിയിലും ഷൊർണൂരിലുമായി 7 ഹോട്ടലുകൾ അടപ്പിച്ചു. ലൈസൻസ് താൽക്കാലികമായി റദ്ദാക്കി. ഹോട്ടൽ ഉടമകളെ പീഡിപ്പിക്കുന്നുവെന്നാരോപിച്ച് ശനിയാഴ്ച ഹോട്ടലുകൾ അടച്ചിട്ട് പ്രതിഷേധിക്കും. വല്ലപ്പുഴ വില്ലേജ് ഓഫീസർ പി ഉദയഭാനു കൈക്കൂലി വാങ്ങുന്നതിനിടെ വിജിലൻസ് അറസ്റ്റ് ചെയ്തു. കൈക്കൂലി വാങ്ങിയത് കാലാവധി തെറ്റിയ നികുതി അടയ്ക്കുന്നതിന് വേണ്ടി. 7.5 ലക്ഷം രൂപ ചിലവഴിച്ചിട്ടും കുടിവെള്ള പദ്ധതി പൂർത്തിയാക്കാത്തതിനെതിരെ കാഞ്ഞിരപ്പുഴ കൊച്ചിയോട് നിവാസികൾ. കുടിവെള്ള പദ്ധതിയിൽ അഴിമതിയെന്ന BJP. കരിമ്പുഴ പുഴയിൽ അനധികൃത കടവുകളിൽ വൻ മണൽ വേട്ട. റവന്യൂ സംഘം നടത്തിയ റെയ്ഡിൽ 10 ലോഡിലധികം മണൽ പിടിച്ചെടുത്തു. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. ആത്മസമർപ്പണത്തിന്റെ വിശുദ്ധിയും കഠിനവ്രതത്തിന്റെ പരിശുദ്ധിയുമായി റംസാൻ മാസമെത്തി. ശനിയാഴ്ച നോമ്പ് ഒന്നായിരിക്കുമെന്ന് മതപണ്ഡിതർ പ്രഖ്യാപിച്ചു. വിശ്വാസികൾക്കിനി വ്രതാനുഷ്ഠാനങ്ങളുടെ നാളുകൾ. വിശ്വാസികൾക്കിനി 1 മാസക്കാലം വ്രതാനുഷ്ഠാനത്തിന്റെയും ഖുർആൻ പാരായണത്തിന്റെയും പ്രാർത്ഥനയുടെയും നാളുകളാണ്. നിത്യനമസ്കാരത്തിനും രാത്രി ദീർഘസമയ നമസ്കാരമായ തറാവീ നമസ്കാരത്തിനുൾപ്പെടെ നിരവധി വിശ്വാസികൾ പള്ളികളിൽ ഒത്തുകൂടി പുണ്യദിനങ്ങളെ ധന്യമാക്കും. വ്രതാനുഷ്ഠാനത്തിന് മുസ്ലിം ഭവനങ്ങളും ഒരുങ്ങി. മഹല്ലി കമ്മിറ്റികളുടെയും വിവിധ സംഘടനകളുടെയും ആഭിമുഖ്യത്തിൽ നോമ്പുതുറയും ഇഫ്താർ സംഗമങ്ങളും നടക്കും. വിവിധ കേന്ദ്രങ്ങളിൽ മതപ്രഭാഷണവും സംഘടിപ്പിച്ചിട്ടുണ്ട്. റംസാൻ മാസം ഖുർആൻ അവതരിപ്പിച്ച മാസമായതിനാൽ ഖുർആൻ പാരായണത്തിലും വിശ്വാസികൾ മുഴുകും. റംസാൻ മാസം വിശ്വാസികൾക്ക് ദാനധർമ്മത്തിന്റെയും സഹായ വിതരണത്തിന്റെയും മാസം കൂടിയാണ്. മഴ ഇനിയും ശക്തമായില്ലെങ്കിലും മഴക്കാലത്തെ നോമ്പുകാലം എന്ന പ്രത്യേകത ഇത്തവണത്തെ റംസാൻ മാസത്തിനു കൂടിയുണ്ട്. അതേസമയം അരി, പച്ചക്കറി ഉൾപ്പെടെയുള്ള നിത്യോപയോഗ സാധനങ്ങളുടെ വില ഉയർന്നതിനെ തുടർന്നുള്ള ആദിയും വിപണിയിൽ നിറയുകയാണ്. റമസാനും പെരുന്നാളിനും പുറകെ ഓണവും എത്തുന്നതോടെ ഇനിയും വില വർദ്ധിക്കുമെന്നാണ് വിപണിയിലെ സംശയം. ഇസ്ലാമിക ആശയങ്ങളും സന്ദേശങ്ങളും ജീവിതത്തിൽ പകർത്താനുള്ള ഏറ്റവും വലിയ സന്ദർഭമാണ് റംസാൻ മാസമെന്ന പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഡെൻസിറ്റി ന്യൂസിന് നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ദൈവകൽപ്പനകൾ വിശ്വാസികൾ കർമ്മങ്ങളിലൂടെ നിറവേറ്റണമെന്നും ഇസ്ലാമിക ആശയങ്ങളും സന്ദേശങ്ങളും ജീവിതത്തിൽ പകർത്താനുള്ള ഏറ്റവും വലിയ സന്ദർഭമാണ് വ്രതാനുഷ്ഠ നാളുകളെന്നും പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ പറഞ്ഞു. ജീവിത വിശുദ്ധിയോടുള്ള പ്രവർത്തനത്തിനു വേണ്ടി റമദാൻ മാസത്തിൽ വിശ്വാസികൾ പ്രതിജ്ഞയെടുക്കണമെന്നും സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഓർമ്മിപ്പിച്ചു. റമദാൻ ഭക്തിയിലേക്കാണ് നമ്മെ നയിച്ചുകൊണ്ടിരിക്കുന്നത്. അള്ളാഹുവുമായി ഏറ്റവും അടുക്കുവാനുള്ള സന്ദർഭമായി റമദാൻ മാസത്തെ വിശ്വാസികൾ പ്രയോജനപ്പെടുത്തുകയാണ്. കാരണം അള്ളാഹുവിലും അന്ത്യനാളിലുമുള്ള പരമമായിട്ടുള്ള നമ്മുടെ വിശ്വാസത്തെ അത് കർമ്മങ്ങളിലൂടെ അത് പ്രകടിപ്പിക്കാനുള്ള ഏറ്റവും പറ്റിയ അവസരമാണ് റമദാൻ. സമൂഹം മുഴുവനും നോമ്പനുഷ്ഠിക്കുമ്പോൾ ആ നോമ്പിന്റെ ആത്മീയതയിലും ഭക്തിയിലും എല്ലാവർക്കും ഒരുമിച്ച് കൂടുവാൻ സാധിക്കുന്നു. പ്രത്യേകിച്ച് മുസ്ലിങ്ങൾ തിങ്ങിപ്പാർക്കുന്ന പ്രദേശങ്ങളിൽ റമദാൻ മാസം ഒരു പ്രത്യേകമായ അന്തരീക്ഷമാണല്ലോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ആ അന്തരീക്ഷത്തിനനുസൃതമായി ഭക്തിയുടെ ഒരു ലോകത്തേക്ക് നമുക്ക് നമ്മുടെ ജീവിതത്തെ ഒഴിഞ്ഞു വെക്കുവാൻ സാധിക്കുന്നു. കഴിഞ്ഞ 11 മാസങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഉള്ള ഒരു ജീവിതത്തിലൂടെ ഇനിയുള്ള കാലങ്ങളിലേക്ക് ഒരു നല്ല ജീവിത വിശുദ്ധിയോടെയുള്ള ഒരു പ്രവർത്തനത്തിന് വേണ്ടിയുള്ള ഒരു പ്രതിജ്ഞ കൂടി റമദാനിൽ നമുക്കെടുക്കുവാൻ സാധിക്കും. അള്ളാഹുവിൻ്റെ ആ മഹത്തായ അനുഗ്രഹത്തിന് സാക്ഷികളായവരുടെ കൂട്ടത്തിൽ നാം ഏവരെയും അള്ളാഹു ഉൾപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അസ്സലാമു അലൈക്കും. പട്ടാമ്പിയിലെയും ഷൊർണൂരിലെയും ഒറ്റപ്പാലത്തെയും വിവിധ ഹോട്ടലുകളിൽ ഫുഡ് സേഫ്റ്റി ഡിപ്പാർട്ട്മെന്റ് ഉദ്യോഗസ്ഥർ പരിശോധന നടത്തി. വൃത്തിഹീനമായ സാഹചര്യത്തിൽ പ്രവർത്തിച്ചിരുന്ന ഷൊർണൂരിലെ 3 ഹോട്ടലുകളുടെയും പട്ടാമ്പിയിലെ 2 ഹോട്ടലുകളുടെയും ലൈസൻസ് താൽക്കാലികമായി റദ്ദാക്കി. വെള്ളിയാഴ്ച ഉച്ചയോടെയാണ് ഫുഡ് സേഫ്റ്റി ഡിപ്പാർട്ട്മെന്റിന്റെ ഉദ്യോഗസ്ഥർ പട്ടാമ്പിയിലെയും ഷൊർണൂരിലെയും വിവിധ ഹോട്ടലുകളിൽ പരിശോധന നടത്തിയത്. ജില്ലാ ഫുഡ് ഇൻസ്പെക്ടർ ജോസഫ് ഷാജു ജോർജിന്റെ നേതൃത്വത്തിലായിരുന്നു പരിശോധന. മേലെ പട്ടാമ്പിയിൽ വൃത്തിഹീനമായ സാഹചര്യത്തിൽ ഭക്ഷണങ്ങൾ പാകം ചെയ്തിരുന്ന സ്പൈസി, കൃഷ്ണപ്രഭ എന്നീ ഹോട്ടലുകളുടെ ലൈസൻസ് താൽക്കാലികമായി റദ്ദാക്കി. ഷൊർണൂരിലെയും 3 ഹോട്ടലുകളുടെ ലൈസൻസ് റദ്ദാക്കിയിട്ടുണ്ട്. പഴകിയ മാംസവും ഭക്ഷണ പദാർത്ഥങ്ങളും ഹോട്ടലുകളിൽ നിന്നും പിടിച്ചെടുത്തു. പല ഹോട്ടലുകളുടെയും അടുക്കള ഭാഗം വൃത്തിഹീനമായ സാഹചര്യത്തിലാണ് പ്രവർത്തിച്ചിരുന്നത്. ഇവർക്ക് ഉദ്യോഗസ്ഥർ താക്കീത് നൽകി. ഹോട്ടൽ തൊഴിലാളികളും ശുചിത്വം ഉറപ്പാക്കണമെന്ന് ഉദ്യോഗസ്ഥർ നിർദ്ദേശിച്ചു. ഒറ്റപ്പാലത്തെ 2 ഹോട്ടലുകൾക്കെതിരെയും നടപടിയെടുത്തു. അടുക്കളയും ഭക്ഷണം പാകം ചെയ്യുന്ന സ്ഥലങ്ങളും വൃത്തിഹീനമാണെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് RS റോഡിലെയും ചെറുപ്പശ്ശേരി ജംഗ്ഷനിലെയും 2 ഹോട്ടലുകൾക്കെതിരെയാണ് നടപടി എടുത്തത്.
ഹോട്ടൽ വ്യാപാരികളെ അധികൃതർ അനാവശ്യമായി പീഡിപ്പിക്കുന്നുവെന്നാരോപിച്ച് ശനിയാഴ്ച സംസ്ഥാന വ്യാപകമായി ഹോട്ടലുകൾ അടച്ചിടുമെന്ന് ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ അറിയിച്ചു. കൈക്കൂലി വാങ്ങിയതിന് വില്ലേജ് ഓഫീസറെ വിജിലൻസ് സംഘം അറസ്റ്റ് ചെയ്തു. വല്ലപ്പുഴ വില്ലേജ് ഓഫീസർ പി ഉദയഭാനുവിനെയാണ് പാലക്കാട് വിജിലൻസ് ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്തത്. വല്ലപ്പുഴ ചെറുകോട് സ്വദേശി കൃഷ്ണകുമാറിൽ നിന്നും 1000 രൂപ കൈക്കൂലി വാങ്ങിയതിനാണ് വല്ലപ്പുഴ വില്ലേജ് ഓഫീസറായ തൂത സ്വദേശി പി ഉദയഭാനുവിനെ വിജിലൻസ് അറസ്റ്റ് ചെയ്തത്. കൃഷ്ണകുമാറിന്റെ ജ്യേഷ്ഠൻ ശിവദാസിന്റെ കാലാവധി തെറ്റിയ വസ്തുനികുതി 520 രൂപ അടയ്ക്കാൻ വില്ലേജ് ഓഫീസർ ഉദയഭാനു 1000 രൂപ കൈക്കൂലി ആവശ്യപ്പെടുകയായിരുന്നത്രേ. കൃഷ്ണകുമാർ ഈ വിവരം വിജിലൻസിനെ അറിയിക്കുകയായിരുന്നു. ഇതേ തുടർന്ന് വിജിലൻസ് സംഘം ഫിനാസ്തറിൻ പുരട്ടിയ 2 500 രൂപയുടെ നോട്ടുകൾ കൃഷ്ണകുമാറിന്റെ കൈവശം കൊടുത്തുവിട്ടു. തുടർന്ന് ഈ നോട്ടും നികുതി തുകയായ 520 രൂപയും കൂട്ടി കൃഷ്ണകുമാർ ഉച്ചയ്ക്ക് വില്ലേജ് ഓഫീസർക്ക് നൽകുകയായിരുന്നു. ഉടൻ വിജിലൻസ് സംഘമെത്തി നടത്തിയ പരിശോധനയിൽ ഈ നോട്ടുകൾ വില്ലേജ് ഓഫീസറുടെ പക്കൽ നിന്നും കണ്ടെടുത്തു. തുടർന്ന് വില്ലേജ് ഓഫീസറെ അറസ്റ്റ് ചെയ്തു. വില്ലേജ് ഓഫീസിലെ മറ്റ് രേഖകളും വിജിലൻസ് സംഘം പരിശോധിച്ചു. സംഭവം അറിഞ്ഞ് നിരവധി നാട്ടുകാരും സ്ഥലത്ത് തടിച്ചുകൂടി. പാലക്കാട് വിജിലൻസ് ഡിവൈഎസ്പി സതീശന്റെ നേതൃത്വത്തിൽ ഇൻസ്പെക്ടർമാരായ ഫിറോസ് എം ഷഫീഖ്, ഡെപ്യൂട്ടി തഹസിൽദാർമാരായ എം മുഹമ്മദ് ബഷീർ എന്നിവരടങ്ങുന്ന സംഘമാണ് പരിശോധന നടത്തിയത്. വൈകിട്ട് തൃശൂർ വിജിലൻസ് കോടതിയിൽ ഹാജരാക്കിയ ഉദയഭാനുവിനെ റിമാൻഡ് ചെയ്തു. മരങ്ങളെയും കിളികളെയും സ്നേഹിച്ച നെല്ലായ പേങ്ങാട്രിയിലെ തണൽ മരങ്ങൾ വെച്ച് പിടിപ്പിച്ച പരിസ്ഥിതി സ്നേഹി മുണ്ടൻ അന്തരിച്ചു. 101 വയസ്സായിരുന്നു. വാർദ്ധക്യ സഹജമായ അസുഖത്തെ തുടർന്നാണ് ദീർഘകാലമായി കിടപ്പിലായിരുന്നു മുണ്ടൻ. നെല്ലായ പേങ്ങാട്രി അംബേദ്കർ ഗ്രാമത്തിലെ വലിയ തുടിപ്പടിയിൽ മുണ്ടൻ വെള്ളിയാഴ്ച വൈകിട്ട് 6 മണിയോടെയാണ് നിര്യാതനായത്. 101 വയസ്സായിരുന്നു. തീർത്തും അവശനായി ദീർഘനാളായി വീട്ടിൽ കിടപ്പിലായിരുന്നു ഇദ്ദേഹം. പേങ്ങാട്രിയിലെ റോഡരികിൽ പടർന്നു പന്തലിച്ച് പച്ചവിരിച്ചു നിൽക്കുന്ന തണൽ മരങ്ങളെല്ലാം മുണ്ടൻ നട്ടുവളർത്തിയതാണ്. ഇന്ന് കാണുന്ന മരം നടൽ ചടങ്ങ് മാത്രമായിരുന്നില്ല മുണ്ടന്റേത്. നട്ട മരങ്ങൾക്കെല്ലാം വെള്ളം നൽകി താലോലിച്ച് വളർത്തി വലുതാക്കുകകൂടി ചെയ്തിരുന്നു. നല്ല പ്രകൃതി പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തകനുള്ള PV തമ്പി അവാർഡ് മുണ്ടന് ലഭിച്ചിട്ടുണ്ട്. സംസ്കാരം ശനിയാഴ്ച നടക്കും. കാളിയാണ് ഭാര്യ. 6 മക്കളാണുള്ളത്. ഇതിൽ 3 പേർ നേരത്തെ മരിച്ചിരുന്നു. ഇടവേള.